എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ എങ്ങനെ ഈ ഒരു വെബ്സൈറ്റുകൾ വഴിയൊക്കെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഈ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് results.kite.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നാളെ ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അത് 3 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം 4 മണിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു 4 മണിയോടെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സൈറ്റൊക്കെ വളരെ തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് എല്ലാവർക്കും ഈ റിസൾട്ട് ആ ഒരു സമയത്ത് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഏകദേശം വൈകുന്നേരം 5 മണി 6 മണി ആവുന്ന സമയത്തൊക്കെ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക. കാരണം ഒരേ സമയം ഒരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ നിരവധി വെബ്സൈറ്റിലേക്ക് കുറേ വിദ്യാർത്ഥികൾ കയറുന്ന സമയത്ത് വെബ്സൈറ്റ് ഈ ഒരു ഹൈ ട്രാഫിക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ചില വിദ്യാർത്ഥികൾക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിസൾട്ട് വരുന്ന സമയം നിങ്ങൾ, അതായത് ഏകദേശം ഒരു 4 മണിക്കൊക്കെയാണ് റിസൾട്ട് വരിക. അപ്പോൾ നിങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ പരിശോധിച്ചാൽ മതി. കാരണം നേരത്തെ പരിശോധിക്കുന്ന സമയത്ത് ചിലപ്പോൾ വെബ്സൈറ്റ് ഈ ഒരു ട്രാഫിക് കൂടുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ റിസൾട്ട് ലഭ്യമാകണം എന്നില്ല. അതുപോലെ തന്നെ ചില സമയത്ത് നോട്ട് ഫൗണ്ട് എന്നൊക്കെ കാണിക്കും. അപ്പോൾ അത് ഈ ഒരു വെബ്സൈറ്റിലുള്ള തിരക്ക് കാരണമായി ആണ്. അതുപോലെ തന്നെ എങ്ങനെ റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. ഈ ഒരു results.kite.kerala.gov.in എന്നുള്ള ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു കേരള SSLC എക്സാമിനേഷൻ റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. റിസൾട്ട് വിൽ ബി പബ്ലിഷ്ഡ് ആഫ്റ്റർ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അതായത് ഏകദേശം ഒരു 4 മണിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ SSLC റിസൾട്ട് അറിയാനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അതുപോലെ ഇവിടെ രജിസ്റ്റർ നമ്പർ എന്ന് എഴുതിയിട്ടുണ്ടാകും, അതുപോലെ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വ്യൂ റിസൾട്ട് ഓപ്ഷൻ ഉണ്ടാകും, അതുപോലെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ പേജിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ, അതുപോലെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു SSLC റിസൾട്ട് നിങ്ങൾ പാസ്സായിട്ടുണ്ടോ ഇല്ല എന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പരിശോധിക്കാം. ഇനി അടുത്ത വെബ്സൈറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വെബ്സൈറ്റാണ് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. pareeshavan.kerala.gov.in എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഫലം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മുകളിലായിട്ട് തന്നെ, അതായത് SSLC പരീക്ഷാ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ആ ഒരു ലിങ്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ലിങ്ക് ഉണ്ടാവുക. അതായത് ഫലം കാണുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകും. അതായത് ഈ ഒരു പോലെ SSLC എക്സാമിനേഷൻ ഈ ഒരു മാർച്ച് 2025 റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. ഇത് സേയുടേതായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, പക്ഷേ സെയിം പേജ് തന്നെയായിരിക്കും റിസൾട്ടിൻ്റേത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ചെക്ക് അനദർ റിസൾട്ട് അല്ലെങ്കിൽ വ്യൂ റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. ചെക്ക് അനദർ റിസൾട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അവിടെ നിന്ന് മാഞ്ഞു പോകും. അതിനുശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് വീണ്ടും രജിസ്റ്റർ നമ്പർ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും റിസൾട്ട് വേണമെങ്കിൽ വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് അറിയാൻ പറ്റുന്നതാണ്. ഈ ഒരു റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്, അതായത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റ് പരീക്ഷ റിസൾട്ട് ആക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളാണ്. ഇവിടെ പരീക്ഷാ പോർട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ SSLC, അതുപോലെ തന്നെ SSLC HI, അതുപോലെ തന്നെ ഈ ഒരു THSLC HI, അതുപോലെ തന്നെ AHSLC എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെട്ട, അതായത് ഏതെങ്കിലും വിഭാഗത്തിൽ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ SSLC എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ പോകുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ ഒരു വെബ്സൈറ്റിൽ നേരിട്ട് പ്രവേശിച്ചാൽ മതിയാകും.
കാരണം നാളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് പരീക്ഷാ ഭവൻ വെബ്സൈറ്റിൽ എല്ലാവർക്കും ഒരേ സമയം ഒന്നും കയറാനായിട്ട് സാധിക്കില്ല. അത് 4 മണിക്കൊക്കെ കയറാനായിട്ട് സാധിക്കില്ല. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷാ ഭവൻ വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റ് വളരെയധികം സ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന വെബ്സൈറ്റുകളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന് നേരായിട്ട് ഇതുപോലെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതായത് നാളെ വരുന്ന ക്ലിക്ക് ഹിയർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെയുള്ള പേജിലേക്ക് പോവുകയും അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി നിങ്ങൾ വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ജസ്റ്റ് നിങ്ങൾക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. അപ്പോൾ അടുത്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൈറ്റിൻ്റെ തന്നെയാണ്. കൈറ്റിൻ്റെ സഫലം 2025 എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ജസ്റ്റ് നിങ്ങൾ സഫലം 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേജിലേക്ക്, അതായത് ആപ്പിൻ്റെ പേജിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കത് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും SSLC, അതുപോലെ HSC, VHSC. അതായത് SSLC എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റിസൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സഫലം 2025 അതായത് സഫലം 2025 ഈ SSLC 2025 റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എത്ര വിദ്യാർത്ഥികൾക്ക് A+ കിട്ടിയിട്ടുണ്ട്, ഏത് ജില്ലയിലാണ് കൂടുതൽ A+, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ്സിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. ജസ്റ്റ് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിലവിലൊന്നും ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും കാണാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു വിവിധ ആപ്ലിക്കേഷൻ മുഖേനയും അതുപോലെ തന്നെ വിവിധ വെബ്സൈറ്റുകൾ വഴിയും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.